റഷ്യ യുക്രൈൻ സമാധാന പദ്ധതിയിൽ പുരോഗതിയുണ്ടെന്ന് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയും. യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. 20-ന് സമാധാന പദ്ധതിയിൽ 90% ധാരണയായി എന്ന് സെലൻസ്കി പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരു നേതാക്കളും. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ട്രംപ് ഫോണിൽ വിളിച്ച് ചർച്ച നടത്തി. കൂടുതൽ ചർച്ചകൾക്കായി അടുത്തയാഴ്ച യു.എസ്. യുക്രൈനിയൻ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തും. ഫ്ലോറിഡയിലെ മാർ എ ലാഗോയിലുള്ള ട്രംപിന്റെ റിസോർട്ടിലായിരുന്നു സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ച. ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. എന്നാൽ ചില പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഇനിയും തീരുമാനമായില്ലെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഡോൺബാസിൽ ഒരു സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. As you know, I had an excellent phone call with President Putin that lasted for over 2 hours. We discussed a lot of points. And I do think we're getting a lot closer, maybe very close. And we spoke to all of those great leaders. They're all great leaders. And we had a great talk with them. After we were completed, we thought it was appropriate to speak with them. And our meeting was excellent. We covered, somebody would say 95%. I don't know what percent, but we have made a lot of progress. സമാധാന പദ്ധതിയുടെ 90% ധാരണയായെന്ന് സെലൻസ്കി പറഞ്ഞു. And we had a really great discussions on all the topics, and we appreciate the progress that was made by American and Ukrainian teams in these recent weeks. And we discussed all the aspects of the peace framework, which includes, and we have great achievements. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി 2 മണിക്കൂർ ട്രംപ് ഫോണിൽ സംസാരിച്ചു. സംഭാഷണം ഗുണകരമായിരുന്നു എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമായാൽ താൻ യുക്രൈൻ സന്ദർശിക്കുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ജനുവരിയിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച വീണ്ടും നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.